ചെറുക്കൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മീനിനെ പിടിക്കാൻ പോയാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിലിട്ട് നമ്മൾ ടോട്ടൽ 50 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. 25 മീനുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു, പൊരിച്ചിരിച്ചു. ഇപ്പോൾ എൻ്റെ ചാച്ചൻ കൊച്ചിച്ചൻ്റെ മക്കളുമായിട്ട് വന്നു. അപ്പോൾ നമ്മളിതാ മീൻ പിടിക്കുകയാണ്. അത് നമുക്കിപ്പോൾ കാണാം. ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ രസകരമായ സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഫിഷുകളെ പിടിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചാച്ചനും ചാച്ചൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ അവരുടെ ആൻറ്റിയമ്മയുടെ മോളാണ് ഇത്. എല്ലാവരും വന്നിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. അപ്പം വളരെ സന്തോഷം നിറഞ്ഞൊരു ഡേ ആയിട്ട് ഇന്ന് തോന്നിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ലീവാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ലീവായി. അപ്പോഴെല്ലാവരും ഉണ്ട് കൂടെ. ഇത് ഞങ്ങൾ നീന്തി പഠിപ്പിക്കാൻ വേണ്ടി, അതായത് കുഞ്ഞൊരു സ്വിമ്മിംഗ് പൂളായിട്ട് സെറ്റ് ചെയ്തതാണ്. വീട് വച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ വീടിനോട് ചേർന്നൊരു സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തായിരുന്നു. അത് ഇടയ്ക്ക് മാത്രമേ, അതായത് കുഞ്ഞുങ്ങളുടെ ചാച്ചനൊക്കെ ലീവായിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് വന്ന് നിറച്ചിട്ട് കുഞ്ഞുങ്ങളെ നീന്തി, അതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അത് വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു, വർഷങ്ങളോളം കൊണ്ട് ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നേ. അപ്പോൾ മോനൊരു ഐഡിയ തോന്നി, അതിൽ കുറച്ച് നമുക്ക് ഫിഷ് കൊണ്ട് ഇട്ടാലോ എന്ന്. മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇട്ട ടൈമിലുള്ള വീഡിയോ ആണ് അത്. അപ്പോൾ അങ്ങനെ ഇത് ഇടാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഒരു 50 മീനാണ് ഞങ്ങൾ, കുഞ്ഞു മീനുകളാണ് കൊണ്ടിട്ടത്, 50 എണ്ണം. പക്ഷേ ഏകദേശം ഒരു 3-4 എണ്ണം മിസ്സിങ് ആണ്. ബാക്കി എല്ലാ മീനുകളും കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു 25 മീൻ ഞങ്ങൾ പിടിച്ചായിരുന്നു. ബാക്കിയുള്ള മീനുകളെല്ലാം കിടപ്പുണ്ട്. ഇത് കിടക്കുന്ന കുഞ്ഞു ഇളയ ആൾ ബിയോൺ എടുത്ത് ഇടുന്ന സാധനങ്ങളാണ്. പൈപ്പും അതൊക്കെ കുറേ സംഭവങ്ങൾ വാരി അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ചെരുപ്പും പാത്രങ്ങളും. അങ്ങനെ ഞങ്ങൾ വാൽവ് തുറന്നിട്ട് ഫുൾ എല്ലാ വെള്ളവും റിലീസ് ചെയ്ത് കളയാണേ. അപ്പോൾ കളഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ മോൻ ഇറങ്ങി മീൻ പിടിക്കാൻ വേണ്ടി പോവുക. എല്ലാ മീനുകളും അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ പിന്നെ ക്ലാസ് ലീവായതുകൊണ്ട് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വേറൊരു കുഞ്ഞു യാത്രയ്ക്ക് പോവുകയാണ്, റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു യാത്ര. അപ്പോൾ ഇതാ മോൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കിട്ടുന്നില്ല. പിടിക്കുന്നവരും അത് ഫാസ്റ്റായിട്ട് സൈഡ് തിരിഞ്ഞ്, വെള്ളം കുറവായതുകൊണ്ടേ സൈഡ് തിരിഞ്ഞിങ്ങനെ നീന്തി പോവുക. വളരെ ഹാപ്പിയായിരുന്നു കേട്ടോ മോനെ ഇറങ്ങിയപ്പോൾ. വളരെയധികം ഒരു സന്തോഷം നിറഞ്ഞൊരു ഡേ ആയിരുന്നു. ഇത്ര മീനുണ്ട്. ഫസ്റ്റ് മേളിൽ അങ്ങനെ 25 മീൻ പിടിച്ചതിന് ശേഷം മേളിൽ വന്ന് നിൽക്കത്തില്ല. സാധാരണ ഞങ്ങളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ എല്ലാ മീനുകളും ഇങ്ങനെ മേളിൽ വന്ന് നിൽക്കുമായിരുന്നു. നമ്മളെ കണ്ടോടങ്ങ് ടക്കനങ്ങ് താഴ്ന്നു പോകും. പക്ഷേ ഇപ്പോൾ ആ 25 മീൻ പിടിച്ചതിന് ശേഷം ഒരു മീൻ പോലും മേളിൽ വന്ന് നിൽക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ കരുതി ഇനി അതിൽ എല്ലാം മീനൊന്നും ഇല്ല എന്ന് ഞങ്ങൾ കരുതിയതാണ്. കാരണം എല്ലാ ദിവസവും ഒരു 11 മണിയാവുമ്പോൾ 2 കൊക്ക് വരും കേട്ടോ. അപ്പോൾ അവർ 2 പേരും ഈ സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കും. അതെനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് അത് ഞാൻ വീഡിയോ ഇട്ടേക്കാമേ. അപ്പോൾ 2 കൊക്കുകൾ വന്നിങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ ആ കൊക്കുകൾക്ക് കിട്ടിയില്ലെന്നാണ് തോന്നുന്നത്. ഒരു 3 മീൻ മാത്രമേ നമുക്ക് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫ്രീ ടൈമിൽ കുഞ്ഞുങ്ങളും ഞാനും വെറുതെ വന്നിങ്ങനെ നോക്കി നിൽക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി തുമ്പികൾ വന്നിങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ വന്ന് വെള്ളം കുടിക്കുന്നതും മീനുകൾ പിടിച്ച് കടിച്ചെടുത്തുകൊണ്ട് പോകും. അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷവും ചിരിയും കോമഡിയായിട്ടൊക്കെ തോന്നാറുണ്ട്. പിന്നെ മുന്നേ വെള്ളം കിടന്നപ്പോൾ ഒത്തിരിയധികം പായലുണ്ട്, ചറുക്കലായിരിക്കും എന്ന് കരുതി കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി സൂക്ഷിച്ചതാണ്. പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കും ചറുക്കലൊന്നുമില്ല. പിന്നെ ഇത് ഇങ്ങനെയാണ് ഇത് പായല എന്താണെന്നറിയത്തില്ല, ഗ്രീൻ കളറായിട്ട് കിടപ്പുണ്ട്. കെട്ടിക്കിടന്നതുകൊണ്ടായിരിക്കാം.
പക്ഷെ ചെറുക്കൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ ഇങ്ങനെ ഇത് മോൻ ഇട്ടതാണ് കേട്ടോ. ഇളയാൾ സൈഡിൽ എന്തോ വെച്ചിരുന്ന എവിടുന്നോ എടുത്തുകൊണ്ട് വന്ന് ഇട്ടതാണ്. ഞങ്ങളാരും കണ്ടിട്ടുമില്ല ഈ സംഭവം. ഇത് ഏത് ടൈമാണെന്ന് ഉള്ള കാര്യവും അറിയത്തില്ല കൊണ്ടുവന്നിട്ടതേ. അപ്പോൾ അവൻ തന്നെയാണ് ഫസ്റ്റ് ചാടി ഇറങ്ങിയത്. അവന് പേടിയെന്ന് പറയുന്ന സംഭവമില്ല. ലല്ലുവിനാണെങ്കിലും അത് പിടിക്കാൻ പേടിയാണ്. അതിൻ്റെ മുള്ള് കയറി കയ്യിൽ കുത്തുമെന്ന് പറഞ്ഞിട്ടേ അത് പിടിക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇളയാൾക്ക് ഒരു പേടിയുമില്ല. അത് അതിന് മുള്ള് ദേഹത്ത് കയ്യിൽ കൊള്ളത്തുമില്ല. അവന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് പിടിക്കാനും അറിയാം. ഒത്തിരി സമയം നിന്നിട്ടാണ് ഈ 3 പിടിച്ചത് കേട്ടോ. അവർ കുറേ സമയം വെള്ളത്തിനകത്ത് നിന്ന് പിടിച്ചിട്ടാ ഇതിനകത്ത് ഇടുന്നത്. പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഫുഡ് ഇട്ട് കൊടുക്കും കേട്ടോ. അത് അപ്പോൾ അവർ ഫുഡ് ഇട്ട് കൊടുക്കുന്ന ടൈമിന് അതിനകത്തുള്ള എല്ലാ മീനുകളും മേളിൽ വന്ന് എല്ലാ ഫുഡും കഴിക്കും. ചില ദിവസങ്ങളിൽ 2 ദിവസത്തിന് ഒരു ദിവസമാണ് ഇടുന്നത്. ചില ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇടും. ചില ഡേയ്സിൽ മാത്രം ചില ദിവസങ്ങളിൽ മാത്രം മിസ്സായി പോകാറുണ്ട്. അപ്പോൾ ഇവർ പിടിച്ചിടുന്നില്ല. ഒത്തിരി ടൈം നിന്ന് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങി പിടിക്കുവാണ്. പക്ഷേ ഞാൻ കരുതി പിടിച്ചിടാൻ കിട്ടുമെന്നാണ് ചാടി ഇറങ്ങിയത്. പക്ഷേ എന്നെയും കുറേ വലപ്പിച്ചത്. നന്നായിട്ട് സ്ലിപ്പിംഗ് ഉണ്ട് ഫിഷിൻ്റെ പുറം. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചറിവി അങ്ങ് പോവുക. പിടിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ മീൻ പിടിക്കുന്നതൊക്കെ നല്ല സന്തോഷം നിറഞ്ഞ ഒരു സംഭവമായിട്ട് തോന്നിയായിരുന്നു. കുഞ്ഞുങ്ങളുടെ കൂടെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഇത്രയും ദിവസം സ്കൂളിലൊക്കെ പോയിട്ട് അവർ പഠിത്തം, കാര്യങ്ങൾ, യാത്ര, ക്ലാസ്, സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്, ഡാൻസിന് പോകുന്നുണ്ട്, ചെസ്സിൻ്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്, പിന്നെ സ്കൂളിൽ ക്ലാസ്സുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം യാത്രയും ക്ലാസ്സും അങ്ങനെയൊക്കെ നിന്നിട്ട് ഫുൾ ഫ്രീ ആയപ്പോഴത്തേക്കും അവരുടെ കൂടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും ഷട്ടിൽ കളിക്കാൻ പറ്റുന്നതും കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത ടൈം ആയതുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറക്കത്തില്ല, എപ്പോഴും വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അവർക്കും വളരെയധികം സന്തോഷം. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് പിടിച്ച് കൊണ്ടുവന്ന് ആ ബൗളിനകത്ത് ഇടുകയാണ്. മീൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിക്കും കേട്ടോ. ചൂണ്ടയിട്ട് പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് പൊരിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് കുഞ്ഞുങ്ങളുടെ ചാച്ചന് കുറച്ച് മീൻ കൊണ്ട് കൊടുത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലും ഇച്ചിരി ഉണ്ട്, ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും കുറച്ച് കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി മീൻ പിടിക്കുക. ഈ കമ്പൊക്കെ ഈ കൊച്ച് ഇളയ മോന് ഇടുന്നതാണ്. ഫുള്ളും വറ്റിച്ചിട്ടുണ്ട്. ഏകദേശം പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൽ ഇത്രയും ഫിഷ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ കുറച്ചായിട്ട് തോന്നുന്നു. ഏകദേശം ഒരു 20ഓളം 20അല്ല ഇച്ചിരി ഫിഷ് ഉണ്ട്. ഏകദേശം 20 ഫിഷ് എന്തായാലും ഉണ്ട്. പിടിക്കുക. ഇത് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴും പാവം തോന്നേ. അത് ചത്തു പോകുന്ന ഒത്തിരി ഇങ്ങനെ പോയപ്പോൾ ഫുള്ളും വെള്ളം തെറിപ്പിച്ച് പാവം തോന്നി. പിടിച്ചാൽ പാവം, കഴിച്ചാൽ തീരുമെന്നല്ലേ. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കുഞ്ഞു മീനായിരുന്നേ കൊണ്ടിട്ടപ്പോൾ, ചെറിയ മീനുകളെയാണ് കൊണ്ടിട്ട്. ഇപ്പോൾ ഇത്രയും വളർന്നു.
പിന്നീട് അവിടെ 2 ഫിഷ് പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ആ ഫസ്റ്റ് ചൂണ്ടയിട്ടാണ് പിടിച്ചത്. അപ്പോൾ ഒരു 2 എണ്ണത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 4 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ മീനിനെ പാപ്പു ഇളയ കുഞ്ഞ് തിരിച്ച് വീണ്ടും സ്വിമ്മിംഗ് പൂളിനകത്ത് തന്നെ ഇട്ട്. അപ്പോൾ 2 പേരും കൂടെ ബഹളം വെച്ചിട്ട് മറ്റവൻ മൂത്തയാളിനെ എടുക്കാൻ പറ്റാഞ്ഞിട്ട് അവൻ ബഹളം വെച്ചിട്ട് നിൽക്കുക. അപ്പോൾ എൻ്റെ കുട്ടിപ്പട്ടാളം ഇളയ ആൾ വന്ന് അത് എടുക്കുവാണ് കേട്ടോ. അവന് പേടിയൊന്നുമില്ല, മുള്ളു കൊള്ളത്തുമില്ല. അവന് പിടിക്കാനൊക്കെ അറിയാം, മീൻ പിടിക്കാനറിയാം, മിടുക്കന ചുന്ദരി വാവ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.